அந்த காரியங்களை மாத்திரம் பகிர்ந்து கொள்ளும்படியாய் தேவன் தந்த கிருபைக்காக நான் தேவனுக்கு துதி செலுத்துகிறேன். സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവർക്കും വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ഓക്കെ, സമയമില്ലാതെ കൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് നാം കിടക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 15-16 വചനം നാം വായിക്കാം. உங்களை அழைத்தவர் பரிசுத்தராய் இருக்கிறது போல நீங்களும் உங்கள் நடக்கைகள் எல்லாவற்றிலும் பரிசுத்தராயிருங்கள். ഞാൻ വിശുദ്ധൻ, അതുകൊണ്ട് നിങ്ങളും എന്നെ പോലെ വിശുദ്ധന്മാരായി ഇരിക്കുവിൻ. അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ദൈവം ആരാ? മാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ദൈവം, നമ്മൾ ഒരേ ദൈവമാണ്. പക്ഷേ ഒരേ ദൈവമെന്ന് മാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പേരുണ്ട്, ഒരു തനിപ്പെട്ട പേരിരിക്കുന്നത്. അനേക ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾ ദേശത്തിൽ കേൾക്കാം. എന്നാലും നമ്മുടെ ദൈവം എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവമാണ്. അല്ലല്ലോ? நான் எப்போதும் சுவிசேஷ ரீதியில் பேசும்போது சொல்லுவேன், அப்பா நாங்கள் பரிசுத்தமான ஒரு கடவுளை பற்றி சொல்ல வந்திருக்கோம். அல்ல இல்லையா? நீங்கள் உங்கள் தெய்வத்துக்கு அநேகம் பேரெல்லாம் வச்சுக்கோங்க, நான் பரிசுத்தமான ஒரு தெய்வனை சொல்ல வந்திருக்கோன்னு பேசுவோம். ഓക്കെ, അപ്പം നമ്മുടെ ദൈവം വിശുദ്ധനാണ്. അങ്ങനെയെങ്കിലേ ഞാനാണ്, അതായത് വിശുദ്ധനായ ദൈവമായ ഞാനാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, ഞാൻ தான் உங்களை கூப்பிட்டேன்னா நீங்களும் என்னை போல என்ன செய்யணும்? எனக்கு உகந்த எனக்கேற்ற பரிசுத்தெல்லாம் என்ன செய்யணும்? இருக்கணுங்கிறத மிக முக்கியமாக சொல்கிறார். பலപ്പോഴും ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മളെല്ലാം കള്ളന്മാരാണ്, ചില കുറുസ് കള്ളന്മാർ, சில்வக்கள்ளன் சில்வக்கள்ளிகளாக்கும், சில்வக்கள்ளிகள் தான் சொர்க்கத்தில் போகிறாங்க அப்படியாக்கும் பல பொருள் நினச்சிட்டு இருக்காங்க. அது உண்மையாக இருந்திருந்தா கர்த்தர் சொல்லியிருக்கலாம், ഞാൻ കള്ളനാണ്, അതുപോലെ നിങ്ങളും കള്ളന്മാരായിട്ട് ജീവിക്കുവിൻ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ சொல்லவில்லை. நான் பரிசுத்தன், அதுபோல நீங்களும் எனக்கேற்ற பரிசுத்தராக இருக்கணும்னு சொல்லியிருக்கிறாருங்கிறத மிக முக்கியமாக கவனிக்கணும். அது போல அதனால இந்த குருசு கள்ளமார் சில்வ கள்ளமார் மாதிரி நம்ம என்ன செய்யப்படாதோம், வாழப்படாது. ஷார்ட்டாக போகிறேன், ரொம்ப விசித்தமாயிட்டு சம்சாரிக்கும். ஓகே, நான் லேவி 20:26 நான் பரிசுத்தர் ஆகையால் நீங்கள் எனக்கேற்ற பரிசுத்தராக இருக்கும்படி நான் உங்களை மற்ற என்னுடையவர்களாய், மை ஓன் பீப்புள், என்னுடையவர்களாக இருக்கும்படி உங்களை மற்ற ஜாதி ஜனங்களை விட்டு பிரித்தெடுத்தேன். ஹல்லேலூயா. முதலாவது நான் വിശുദ്ധനാണ്, പരിശുദ്ധமான ദേവൻ, നിങ്ങൾ എനിക്കേറ്റ വിശുദ്ധ ജാതിയായിട്ട് ആയിരിക്കണം, ജീവിക്കണം എന്ന് പറഞ്ഞു കളഞ്ഞു. അങ്ങനെ ജീവിപ്പാൻ വേണ്ടിയാണ് ഞാൻ മറ്റ ജാതികൾ നടുകിൽ നിന്ന് വേർതിരിച്ച്, വാക്ക് വേർതിരിച്ച്, വേർപെടുത്തി, അല്ലേ? வேறுபடுத்தி எடுத்திருக்கின்றேன், பிரித்து திரிச்சு எடுத்திருக்கின்றேன் என்று சொல்ற ஒரு காரியத்தை பார்க்குறோம். ഇവിടെ കാണുന്നത്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോൾ അതായത് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, സഭയുടെ അടിസ്ഥാനം അസ്ഥിഭാരം എന്ന് പറയുന്നത് വേർപാടാണ്. ഹല്ലേലൂയ. അപ്പോസ്തലർ 2:40-41 മാറുപാടാன വക്രതയുള്ള ഈ ജാതികൾ, അല്ലേ, ജനങ്ങളെ விட்டு, ஓகே, மாறுபாடான சந்ததியை விட்டு விலகி உங்களை ரட்சித்துக் கொள்ளுங்கள் என்று பிரசங்கம் பண்ணினான். அவனுடைய வார்த்தைகளை സന്തോഷമായി ഏറ്റുകൊണ്ടവர்கள் ജ്ഞാനസ്നാനം പെട്ടവர்கள். അങ്ങനെ എങ്കിൽ സഭ എന്ന് പറയുന്നത് ഈ ലോകത്തിലിருந்து വേർതിരിച്ച് എടുക്കപ്പെട്ട ജനങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അല്ലേ? മനസ്സിലാകുന്നല്ലോ? ശരി, നമുക്ക് മനസ്സിലാகிறது. யோவான் 15:19 வாசிக்கும்போது, நீங்கள் உலகத்தாராக இருந்திருந்தால் உலகம் தன்னுடையதை சிநேகித்திருக்கும், நீங்கள் உலகத்தாராக இராதபடினாலும் ഞാൻ നിങ്ങളെ ഈ ലോകത്തിലിருந்து വേർതിരിച്ച് എടുത്തത് കൊണ്ടാണ് ഈ ലോകം നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത്. അല്ലേ? ശരിതാനേ? യേശു சொல்றார், நான் உலகத்திலிருந்து பிரித்தெடுத்தேன். யோவான் 17:14 நான் லோகஸ்தான் அல்லாததுപോലെ എൻ്റെ ശിഷ്യന്മാർ ലോകസ്ഥാൻ അല്ല. ആദ്യം പറയുന്നതാണ്, ഞാൻ உலகத்தான் கிடையாது. அது மாதிரி என் பிள்ளைகளும் என் விசுவாசிகளையும் சீஷர்களும் ലോകത്താരായി ഇരിക്കപ്പെടാது அப்படின்னு தான் ലോകത്തിലിருந்து അവരെ വേർതിരിച്ച് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്ന്, ലോകപ്രവർത്തികളിൽ നിന്ന് വേറെ തിരിച്ച് വന്നില്ല എന്നുള്ളവർ വിശ്വാസികളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. ഹല്ലേലൂയ. അവർ സ്നാനപ്പെട്ടിരിക്കാം, അന്യഭാഷയിൽ സംസാരിക്കാം, അത് ഇതൊക്കെ ചെയ്യാം. എനിക്കറിയാം, തമിഴ്നാട്ടിലും കേരളത്തിലും പല രീതിയിൽ ഞാൻ ഉള്ള பெந்தேகோஸ்தே சூழ்நிலைகளெல்லாம் நான் பேசுகிறேன், நிறைய பிரசங்கள் பண்ணுறேன். ஆமாம், எனக்கு தெரியும், பலவிதமான சபைகளை தெரியும், അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ പലപ്പോഴും വേർതിരിക്കൽ എന്ന് പറയുന്ന വേർപാട് കാണ മുടിയവില്ലേ. അല്ലല്ലയോ? ഇപ്പം അതാണ് സഭയുടെ പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധാത്മാ നമ്മോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേർതിരികൽ പ്രധാനമായിട്ട് ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അവിടെ ലൂക്കോസ് 4:5 വായിക്കുമ്പോൾ പൈശാച് യേശുവിനോട് ഇങ്ങനെ പറയാണ്, ഈ ലോകം മുഴുവനും എൻ്റെ കസ്റ്റഡിയിലാണ്. അല്ലല്ലയോ? ഉലകം മുഴുവതും എനിക്ക് ഒപ്പുവയ്ക്കപ്പെട്ടിരിக்கிறதே, എനിക്ക് ഇഷ്ടമാനവന് മാത്രം ഞാൻ ഇത് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ.
പറഞ്ഞോ? അതേ പറഞ്ഞു. 1 യോഹന്നാൻ 15:19 നമ്മൾ ദൈവമക്കളാണ്. ലോകം മുഴുവതും പൈശാസിന്റെ പീഡനത്തിലോ കസ്റ്റഡിയിലോ ഉലകം മുഴുവതും പൊല്ലാങ്കനക്കുൾ കിടക്കരുത് എൻ്റെ അറിந்திருக்கிறோം. നിങ്ങൾ അറിഞ്ഞോ? നമ്മൾ അറിയേണ്ടതാണ്. ലോകം മുഴുവതും പൈശാസ്, അന്ന് ആദം ഹവ്വായിനിടത്തിൽ ദൈവം കൊടുത്തതാണ് ഈ ലോകം. ഇതൊക്കെ നീ തന്നെ ഭരിക്കുക എന്ന് അനുഗ്രഹിച്ചു എന്ന് 1:28 ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. പക്ഷേ പിന്നീട് ആദമും ഹവ്വാവും ദൈവത്തിനെ ഉപേക്ഷിച്ചിട്ട് അവിടെ പൈശാസിന്റെ പുറകിൽ പോയോ? ദൈവം പറഞ്ഞ അനുസരിച്ചല്ലോ, പൈശാസ് പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് ആ തേജസ് പോയി ആദ്യം. പിന്നീട് ഉൽപ്പത്തി 3:16 വായിക്കുമ്പോൾ നീ വർദ്ധിക്കണ്ട, അങ്ങനെ ആവുമ്പോൾ കഷ്ടതയും കണ്ണീരും നിനക്ക് ഉണ്ടാക്കും, ഈ ഭൂമി നിൻമുഖാന്തരം ശപിക്കപ്പെട്ടിരിക്കും, அந்த உலகம் பூமி மேத்த சபிக்கப்பட்டிருக்கும், நீ மண்ணிலிருந்து எடுக்கப்பட்டாய் பொடியாகுന്ന பொடியிലേക്ക് തിരികെ சேரும், மண்ணிலிருந்து எடுக்கப்பட்டாய் மண்ணுக்கு சொல்லிட்டார்ல, அந்த சாபம் புரியுதுல்ல? சாபம் வந்து விட்டது. இப்போ இந்த சாப உலகத்துல ஒரு சாப வாழ்க்கையை தான் நாம வாழ்ந்து കൊണ്ടിരിக்கிறோங்கிறது முதலாவது விஷயம். രണ്ടാമത് അവിടെ ഇസ്രായേലരിടത്തിൽ ദൈവം പറഞ്ഞു, അതാണ് നമ്മൾ അവിടെ ലേവി 20:26 വായിച്ചത്, ഞാൻ എൻ്റെ സ്വന്തം ജനങ്ങളായിട്ട് നിങ്ങൾ ഇരിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു, വേർതിരിച്ച് എടുത്തിരിക്കുന്നു. என்னுடைய சொந்த பிள்ளைகளா இருக்கும்படி உங்களை நான் மற்ற ஜாதிகளிலிருந்து பிரிச்செடுத்திருக்கிறேன். ஏன் தெரியுமா? ஆதாம் ஏவாள் வந்து സാത്താമിനാല പൈശാസിന്റെ പുറകിൽ പോയല്ലോ, അവന്റെ വംശത്താരൊക്കെ അങ്ങനെ ആയല്ലോ. അതുകൊണ്ടാണ് എൻ്റെ മക്കളായി ഇരിക്കുവാൻ എന്നുള്ളത് കൊണ്ട് ഇരിക്കുവാൻ വേണ്ടിയാണ് ഉങ്ങളെ ഞാൻ മറ്റു ജാതികളെ വിട്ട് പിരിച്ചെടുக்கிறேன். അത് ഫസ്റ്റ് വിഷയം. അപ്പുറം ഈ യഹൂദന്മാരെന്ന് പറയുന്ന ഇസ്രായേലിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരും ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ബിംബാരാധനക്കാരനായി മാറിയോ? വചനങ്ങൾ എടുത്താൽ സമയം പോകും. ഓക്കെ, ബിംബാരാധന 10 തരം പരീക്ഷിച്ചെന്നല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെ കണ്ടത് കൊണ്ട് അവർ പറഞ്ഞു, ഈ അനുഗ്രഹം അംഗീകാരം ഒന്നും നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല, அந்த ஆசீர்வாதம் ஒன்றும் தரமாட்டேன், உங்களை இந்த வனாந்திரத்தில் அழித்து போடுவேன் என்று சொல்லி அந்த எகிப்திலிருந்து வந்த 20 വയസ്സുக்கு മേലെ ഉള്ള യോശുവ കാലേബ് തവര 2 പേരെ തവര എല്ലാവരെയും അവിടെ മരുഭൂമിയിൽ അഴിച്ചു കുളിച്ച് മൂടി എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കറിയാം. ഓക്കെ, അറിയണമെന്നുള്ളതാണ്. പിന്നീടാണ് യേശു വന്ന് ഇങ്ങനെ പറയുന്നത്, ഈ ലോകമൊക്കെ പൈശാസിന്റെ കസ്റ്റഡിയിൽ പോയി. യെശയ്യാ 65:17 വായിക്കുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാക്കാൻ പോകുகிறேன், പഴയവകളെ ഇനി നനയ്ക്ക മാട്ടേൻ, മുന്തിനവയിൽ നനയ്ക്കപ്പെടുവതല്ലേ, മനസ്സിൽ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ പൈശാച് മുഴുവനും ഈ ലോകത്തിനെ തൻ്റെ കസ്റ്റഡിയിലേക്ക് എടുത്തു. മനസ്സിലായോ നിങ്ങൾക്ക്? വചനമാണ്. ദൈവം ഉപേക്ഷിച്ചു, പൈശാച് അതിനെടുത്തു. ഇങ്ങനെയാണ് പൈശാചിന്റെ കസ്റ്റഡിയിലെ ഈ ലോകം വന്നു എന്നുള്ളതാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടാണ് ഈ പൈശാചിന്റെ ഭരണത്തിൽ കാണുന്ന ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ എനിക്കായിട്ട് വേണ്ടി വേർതിരിച്ച് എടുത്തിരിക്കുന്നു. എടുത്തോ ദൈവം നന്നായിട്ട് അവിടെ വേർതിരിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ സമ്മതിക്കുന്നില്ല. പലപ്പോഴും ക്രിസ്ത്യാനികൾ പറയുന്നത് ദൈവം യേശു അങ്ങനെ വേർതിരിക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നതാണ്, പക്ഷെ നമ്മൾ സമ്മതിക്കില്ലല്ലോ, ഞങ്ങളുടെ സമ്മതമില്ലാതെ വേർതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയല്ലേ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ബന്ധുക്കാർ പറയുന്നത്? ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അവർ பிரிச்செடுக்க விரும்புறாருங்க, நாங்க தான் விட மாட்டோங்கிறோம். போராய்மா விட மாட்டோம், பெரிய மாட்டோம், வச்சன பிரகாரம் ஜீவிக்கல. அது எபேசியர் 2:20 அப்போஸ்தலர் தீர்க்கதரிசிகள் அஸ்திபாரம், கிறிஸ்து மூலக்கல்லு, அதுக்கு மேல் ஆவியினாலே வாசஸ்தலமாய் தேவனுடைய வீடாய் நாம் கட்டப்படணும் സഭയെ പറ്റി சொல்லியிருக்கு. அப்போஸ்தலர் പ്രവാചകന്മാരുടെ അടിസ്ഥാനം ക്രിസ്തു മൂലക്കല്ല് അത്രേ എന്നുള്ളതാണ്. യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞതും കാണിച്ച മാതിരി പ്രകാരം ജീവിക്കുന്നതല്ലേ സഭയുടെ അടിസ്ഥാനം. അങ്ങനെ വരുന്നല്ല. ഞങ്ങൾ യാക്കോബിൽ പുറകെ ചെല്ലുന്നു. ആരാ ഇപ്പോഴത്തെ അസ്ഥിഭാരം? യാക്കോബ്, தாவீது, அப்ரகாம் அடிസ്ഥാനമല്ലേ ഇപ്പോൾ പെന്തക്കോസ്ത് സഭയിൽ കാണുന്നത്. அப்போ என்ன சொல்றாரு? நான் வந்து இயேசுவும் அப்போஸ்தலரும் சொன்ன உபதேச மாதிரி தான் நடக்கணும், அது இப்போ இல்லாம போய்கொண்டு இருக்கிறது, அதை நாங்கள் நினைவுபடுத்தி சரிப்படுத்த வேண்டிய வேலையை செய்கிறோம். அல்லேலூயா. അപ്പോൾ വേറെ തിരികൽ അടിസ്ഥാനമാണ്. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേറെ തിരിഞ്ഞില്ല എങ്കിലേ നിങ്ങൾ വിശ്വാസികളല്ല, ദൈവമക്കളല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരല്ല എന്നുള്ളത് ആദ്യം ഉറപ്പായിട്ട് മനസ്സിലാക്കും. അല്ലല്ലേ? അതങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാ ആവട്ടെടോ, നീ ഈ ലോകത്തിൽ നിന്ന് വേറെ തിരിഞ്ഞല്ല. ഈ ലോകം അശുദ്ധിയാണ്. യാക്കോബ് 1 கடைசி வசனம் வாய்க்கும்போல் அதாவது உலகத்தால் கரைபடாதபடி தன்னை காத்து கொள்ளுகிறதே தேவனுக்கு முன்பாக மாசு இல்லாத சுத்த பக்தியா இருக்கிறது. அல்லேலூயா.
ഈ ഭക്തി എന്ന് പറഞ്ഞത് എന്താണ്? உலகத்தால் கரைபடக்கூடாது. உலகத்தை கரைன்னு சொல்லியிருக்க, அசுத்தம் சொல்லியிருக்க. உலகத்தின் அசுத்தங்களுக்கு தப்பினவர்கள் மீண்டும் அதிலே சிக்கக்கூடாது என்று പത്രോസ് പറയുന്ന വചനം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അത് അശുദ്ധി, അത് കര, അത് പൈശാസിൻ്റെ അതായത് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ എബേസ്യർ 2:2 முற்காலத்திலே நாம் எல்லாரும் இவ்வுலக வழக்கத்தின்படியாய் கீழ்ப்படியாமையின் பிள்ளைகளிடத்தில் இப்பொழுது கிரியை செய்கிற ஆகாயத்து அதிகார பிரபுவாகிய ஆவிக்கேற்றபடி நடந்து கொண்டு வந்தோம். മലയാളികളോട് മലയാളത്തിൽ വായിക്കാം, എനിക്ക് 2 വായിച്ചാൽ സമയം പോവല്ലോ. അവിടെ நடந்து கொண்டு வந்தோம். அப்போது நமது மனசு மாம்சம் விரும்பினதை செய்து சுவாபத்தினாலே மற்றவர்களை போல கோப ஆக்கினையின் பிள்ளைகளாய் வாழ்ந்து வந்தோம். തമിഴ് എന്നൊക്കെ കാണപ്പെടാം, മലയാളം അത്ര ദൂരം ആയില്ല, അതാണ്. ഓക്കെ, നിങ്ങൾ അവിടെ വായിച്ചാൽ. അപ്പോൾ ഇവിടെ 2 ആത്മാവ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ വിശ്വാസികളല്ലേ, കുറച്ച് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ആഴമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനുള്ള ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാക്കുന്നല്ലോ? ശരി. ചില ആഴமான விஷயங்களை உங்களுக்கு கொஞ்சம் മനസ്സിലാക്കി தர வேண்டும் என்பதை ஆவியானவர் விரும்புகிறார். ஹல்லேலூயா. அது எப்படின்னு சொன்னா, இங்க லோகത്തിന്റെ, அதாவது ആകാശത്തിന്റെ, തമിഴ് അപ്പടിയാക്കും, ആകാശത്തിന്റെ അധിപതിന്റെ ആത്മാവ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് 1 കൊരിന്ത്യർ 2:12 ഞങ്ങളോ ലോകത്തിന്റെ ആത്മാവിനല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ദൈവാത്മാവ് കൊണ്ട് ദൈവകാര്യങ്ങളെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അല്ലല്ലോ പ്രസംഗിക്കുന്നത്. ഇവിടെ 2 ആത്മാവാണ്. One is from heaven and another one is from this world. You may know, understand? உங்களுக்கு புரியுதா? உங்களுக்கு புரியுறது இல்லையா? அப்போ 2 ஆத்மா இருக்கா? ஆமாம் பிரசங்கர், 2 இருக்கு. ஓகே, இந்த 2 ஆத்மா இருக்கு. நமக்குள்ள இருக்கிறது எந்த ஆத்மாங்கிறது நம்ம என்ன செய்யணும்? തിരിച്ചറിയേണ്ടതാണ്. അതാണ് ഇവിടെ പ്രശ്നം. നമ്മളായിരിക്കുന്ന ആത്മാവിന് ഏത് ആത്മാവെന്ന് തിരിച്ചറിയേണ്ട ആവശ്യമില്ലേ? അത് പാസ്റ്റർ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഞങ്ങളൊക്കെ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാ, കൈകാലൊക്കെ തിരുക്കി മുറുക്കി ഒടിക്കുന്നവരാ, പ്രവാചകമൊക്കെ പറയുന്നവരാ. അതെല്ലാം കൊള്ളാം. ഞാൻ അവിടെ കന്യാകുമാരിയിലടുത്ത് ഒരു ഭവന പ്രാർത്ഥനയ്ക്ക് ചെന്നിരുന്നു. ആദ്യം അവിടെ ആരാധന നടന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ ചാടി തുള്ളി കുതിച്ച്, ഒരു പൊമ്പിള തുള്ളി കുതിച്ച് അന്യഭാഷയിലൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവിടെ இந்த கத்தோலிக்க சபைக்கு பக்கத்துலேயும் பரிசுத்தாவியானவர் வந்திருக்காரோ, பக்கத்து பெரிய சபைக்கு பக்கத்தில் தான், வீடெல்லாம் அடைச்சிட்டு தான் அந்த பிரார்த்தனை நடக்கும். அதன் பிறகு நான் ஒரு பிரசங்கம் பண்ணேன். என்ன பிரசங்கம்? மத்தேயு 6:33 ആദ്യം ദൈവരാജ്യവും നിയമങ്ങളും അന്വേഷിക്കുവൻ എന്നാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവരാജ്യം എന്നാൽ ദൈവഹിതം ചെയ്യുന്നതാണ്, ദൈവത്തിൻ്റെ ആത്മാവിൽ കവിഞ്ഞ് ജീവിക്കുന്നതാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണ പ്രകാരം ജീവിക്കുന്നതാണ്. റോമ 8:14 അങ്ങനെയൊക്കെ സംസാരിച്ചു. കുറച്ച് നേരം 2 നിമിഷം സംസാരിച്ചപ്പോൾ അവിടെ ഭാഷ പേശി അവിടെ ചാടി കുതിച്ച് തുള്ളി കുതിച്ചല്ലിയാ അന്ത പൊമ്പിള ഡേയ് അവിടുന്ന് കൈ 2 തിരിക്കി, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാൻ പാടാ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉച്ച വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ, നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ഇഷ്ടമല്ല, ഓടിപ്പോ എന്ന് പറഞ്ഞു. എന്നെ അറിയാൻ എനിക്ക് എന്താ കാര്യം? അവിടെ വീണു, സർപ്പം പോലെ നെളിഞ്ഞു, പിന്നീട് വോമിറ്റ് ചെയ്തു, ഓടിപ്പോയി. കണ്ടോ, ആദ്യം അന്യഭാഷയാണ്. ആദ്യം അത് അന്യഭാഷയിട്ട് എതിരായിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെക്കാളും അധികമായിട്ട് അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ മലയാളത്തിൽ തമിഴിൽ പ്രസംഗം കേൾക്കാൻ പാടില്ലാതാവും, മലയാളത്തിൽ അന്യഭാഷയിൽ തന്നെ കേൾക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് എതിരായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പൈശാസും അന്യഭാഷ പേശുന്നത് ഞങ്ങൾ കണ്ടല്ലോ. അത് മുമ്പേ ഒരു തൂതനായിരുന്നു അല്ലേ? കാപ്പാറ്റക്കായ അഭിഷേകം பண்ணப்பட்ட കേരൂബ് എന്ന് പറയുന്ന തൂതനാണ്. ആ തൂതർ ഭാഷയൊക്കെ അത് പേശല്ലോ. മനുഷ്യർ ഭാഷ, തൂതർ ഭാഷ എന്നൊക്കെ ഉണ്ടല്ലോ. മനുഷ്യർ ഭാഷ. അപ്പോൾ അവൻ തൂതനായതുകൊണ്ട് തൂതൻ ഭാഷ സംസാരിക്കാൻ കഴിയും. അവിടെ തമിഴ്നാട്ടിലെ പൈശാസ് പ്രാർത്ഥിച്ചാലേ തമിഴിലാണ് അത് ഒച്ച വിളിച്ചാട് അത് ഇതൊക്കെ സംസാരിക്കുന്നത്. കേരളത്തിൽ പോയാലും മലയാളത്തിൽ സംസാരിക്കുന്നു. വേറെ ഇംഗ്ലണ്ടിൽ പോയാലും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ പൈശാസിന് എല്ലാ ഭാഷയും അറിയാമോ? അറിയാമല്ലോ. പിന്നെ എന്തിനാ അന്യഭാഷയിൽ അത്ര വലിയ കാര്യമാണോ? അവരുടെ കാര്യമല്ല. അതൊക്കെ തന്ത്രമായിട്ട് സംസാരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഞങ്ങൾ കാണുന്നു. പിന്നീട് പ്രവാചകം. പ്രവാചകം വെളിപ്പാടല്ലേ? കൃത്യമായിട്ട് പറഞ്ഞു കളഞ്ഞല്ലോ. അതെ, കൃത്യമായിട്ട് പറഞ്ഞു കളയുമല്ലോ. അവിടെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അപ്പോസ്തലർ 16:16 കുറി சொல்லுகிற വെളിപ്പാട് പറയുന്ന ഒരു സ്ത്രീ അവിടെ ആയിരുന്നു. വെളിച്ചപ്പാടാണ്. വെളിപ്പാടല്ലേ? ശരി തന്നെ. ഓക്കെ, குறி சொல்லுகிற ஆவி இருந்தாள். அவன் என்ன சொன்னாலும், பவுலையும் சீலாவையும் பார்த்து, இவன்மாரൊക്കെ ദൈവദാസന്മാരാണ്, സ്വർഗത്തെ ദൈവത്തിന്റെ രക്ഷാവിളി നമുക്ക്
പറഞ്ഞ് கொடுക്കുന്നவராണ്. இவரெல்லாம் தெய்வ ஊழியக்காரர்கள். தேவனுடைய ரட்சிப்பின் வழியை நமக்கு அறிவிக்கிறவர்கள் என்று അവിടെ ശബ്ദമായിട്ട് ശബ്ദിച്ച് പറഞ്ഞു അല്ലേ. ഉച്ച വിളിച്ചോ. ഏതോ ചിലപ്പോൾ ചില വാക്കുകൾ തെറ്റും. എനിക്ക് ജന്മഭാഷ തമിഴാ, മലയാളം പഠിച്ചാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഓക്കെ ക്ഷമിക്കുക. ഇപ്പോൾ എന്താ മനസ്സിലായി? എന്നത് മനസ്സിലാച്ചു உங்களுக்கு? அந்த பொம்பளை அவ வெளிச்சப்பாடு പറയുന്നവ குறி சொல்றவ അവ പൗലയും ശീലാവയും பார்த்து ജെന്യൂനായിട്ട് അത്ര കൃത്യമായിട്ട് ഒരു പ്രവാചകൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ ദൈവദാസൻ. അപ്പോൾ അവിടെ ഒരു വാക്കുണ്ടല്ലോ തമിഴിൽ ഇങ്ങനെയാണ്, പല നാൾ ചെയ്തു കൊണ്ട് വന്നാൾ, പല ദിവസം ഇങ്ങനെ ചെയ്തു. അങ്ങനെയെങ്കിൽ കുറച്ചു കാലം പൗലോസിനെയും ശീലാസിനെയും വഞ്ചിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഏമാറ്റിനാൾ, ശരിയാ? ഏമാറ്റി പോട്ടാ? ആമാ, കൃത്യമായി ഉണ്ടല്ലോ. ആ പ്രവാചകൻ കൃത്യമായിട്ട് അത്ര കറക്റ്റായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ദൈവദാസനാണ്. പക്ഷെ ഇവിടെ പിന്നീട് അപ്പോൾ പൗലോസ്ക്ക് പിന്നീടാണ് ബോധ്യപ്പെട്ടത് എന്തായത് ഈ രക്ഷാവഴി നമുക്ക് പറഞ്ഞു കൊടുക്കുന്നവരെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ സ്ത്രീ രക്ഷപ്പെട്ടില്ല, രക്ഷ പ്രാപിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് അവിടെ ഒരു ചിറച്ചാലക്കാരൻ ഉണ്ടായിരുന്നു ഇല്ലയാ, ആണ്ടവന്മാരെ രക്ഷിക്കപ്പെട്ടതൊക്കെ എന്നെ ചെയ്യണമെന്ന് കേട്ട് പാദത്തിൽ വിളുന്താനല്ലേ. ഈ സ്ത്രീ അങ്ങനെ വീണെന്നില്ല, അവർ രക്ഷ പറയുന്നതാണ്. അപ്പോഴാണ് പൗലോസ്ക്ക് പിടികിട്ടിയത്. ഇത് പേശാസാണ്, തന്ത്രമാണ്. യേശു നാമത്തിൽ പുറത്ത് ഭൂതമേ പേശാസ എന്ന് പറഞ്ഞപ്പോൾ അത് പോയി. പിന്നീട് പൗലോസിന് അടി കിട്ടി. അവിടെ കാണും. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നതും പ്രവാചകം പറയുന്നതും ഒന്നും കാര്യമില്ലടോ. പറഞ്ഞിട്ട് പോട്ട്, ഇല്ല വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ആത്മാവ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് അറിയേണ്ടത് ആവശ്യമല്ലേ இல்லையா? இந்த ஆவி எங்கேருந்து வந்துன்னு அறியாண்டாமா. அதுதான் பவுலோஸ் சொல்கிறாருல்ல, 2 ஆவி இருக்குங்க, ஒன்று பரலோகத்திலேருந்து வருதுங்க, ஒன்று உலகத்திலேருந்து வருதுங்க. இப்போ புரிஞ்சிட்டிங்களா? சரி, എങ്ങനെയാണ് ഈ 2 ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രധാനം അല്ലല്ലയോ. അതായത് സ്വർഗത്തിലിരുന്ന് വന്ന ആത്മാ എങ്കിലേ 1 കൊരിന്തി 2:9 ദേവൻ തമ്മിലുള്ളവർക്ക് ആയത്തം മണ്ണിനதை കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അവരുടെ മണ്ടയിൽ ഉദിക്കുന്നില്ല അല്ലല്ലയാ. പക്ഷേ ദൈവമോ തൻ്റെ ആവിയിനാലേ അവകളെ നമുക്ക് വെളിപ്പെടുത്തിനാർ അല്ലല്ലയാ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാ വന്നാലേ സ്വർഗത്തിനെ കുറിച്ച് വെളിപ്പാടുകൾ വരും അല്ലല്ലയാ. വരുമോ? വരും. അങ്ങനെയെങ്കിൽ മറുവശമോ ലോകത്തിൻ്റെ ആത്മാ വന്നാലോ, ഉലകത്തുക്ക് ആത്മാ വന്നാൽ എന്താ എന്നെ നടക്കും? ലോകപ്രകാരമായ വെളിപ്പാടുകൾ വരും അല്ലേ. 1 യോഹന്നാൻ 4, 5, 6 വസനങ്ങൾ வாசிக்கும்போது அவர்கள் உலகத்துக்குரியவர்களை பேசுகிறார்கள், உலகம் அவர்களுக்கு செவி கொடுக்கும். சரிதானே? அப்போ லோக ആത്മാ വന്നാലേ ലോകപ്രകാരമായ വെളിപ്പാടുകൾ വരും. അതൊക്കെ അവർ വിശദമായിട്ട് സംസാരിക്കും പല രീതിയിൽ ടെക്നിക്കായിട്ട്. അപ്പോൾ കേൾക്കുന്നവരൊക്കെ അതായത് ലോകപ്രകാരമായ മനുഷ്യൻ അത് ഇഷ്ടപ്പെടും അല്ലേ. ലോകപ്രകാരമായ മനുഷ്യൻ അതിനെ ഇഷ്ടപ്പെടും. പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാണ്, അതുകൊണ്ട് ദൈവവചനമാണ് സംസാരിക്കുന്നു. ഇതുകൊണ്ട് ദൈവാത്മാവ് എന്താണ്, സത്യാത്മാവ് എന്താണ്, വഞ്ചനയുള്ള ആത്മാവ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ അല്ലെങ്കിൽ പ്രവാചകൻ, പാസ്റ്റർ, പ്രസംഗി ഏതെങ്കിലും ആവാം, അവർ എന്താണ് என்ன பேசுகிறாங்க? ലോകത്തിൻ്റെ ഉയർച്ച സ്ഥാനങ്ങൾ അല്ലേ, ലോകത്തിൻ്റെ മുയകളിൽ കയറ്റുമെന്നതുപോലെ പൈശാസല്ലേ പറഞ്ഞതന്ന് ലൂക്കോസ് 4:5 യേശുവിടത്തിൽ പൈശാസ് അങ്ങനെ പറഞ്ഞതാണ്. ഈ ലോകം മുഴുവൻ എൻ്റെ കസ്റ്റഡിയിലാണ്, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ എൻ്റെ ലോകത്തിലുള്ള ഉയർച്ചയുള്ള സ്ഥാനങ്ങളിൽ കയറ്റുമോ പറഞ്ഞോ? പൈശാസാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആത്മാവുള്ളവരാണ് അങ്ങനെ പറയും അല്ലേ. ഇപ്പോൾ മനസ്സിലായോ? ലോകത്തിൻ്റെ ഉയർച്ചയുള്ള സ്ഥാനങ്ങൾ മുകളിൽ കയറ്റുന്നത് എന്നൊക്കെ പറയുന്നത് ലോകത്തിൻ്റെ ആത്മാവാണ്. ഇപ്പം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ്, പരലോകത്തിൽ നിന്ന് വന്ന ആത്മാവി വന്നാ എന്നെ നടക്കും? അത് പരലോകത്തെ പറ്റി പേശാം, സ്വർഗത്തിനെ കുറിച്ചല്ലേ പേശാം. അത് തന്നെ യേശു സംസാരിച്ചത് ആദ്യം 6:33. ആദ്യം ദൈവരാജ്യം 4:17 മത്തായി ഇത് മനം ധർമ്മങ്ങൾ പരലോകരാജ്യം. പരം എന്ന് പറഞ്ഞാൽ മുകളിൽ, അവിടെ എന്നാണ് അർത്ഥം. ഹെവൻലി. അപ്പം ഹെവൻലി കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങളാണ് യേശു സുവിശേഷമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതെന്നാണ് അല്ലേ. തുടക്കം ആദ്യത്തെ പ്രസംഗം അങ്ങനെയല്ലേ. പിന്നീട് യോഹന്നാൻ 14:2-3 വായിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വസിപ്പിടങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾക്കായിട്ട് ഒന്ന് അവിടെ ഒരുക്കും, ഉங்களுக்காக ஒன்று அந்த பரலோகத்தில் பிதாவின் இடத்துல நான் உண்டாக்குவேன், അവിടെ ഞാനിരിക്കും, நான் அங்கே தான் இருப்பேன், நான் இருக்கிற இடத்துல നിങ്ങളും இருக்கும்படி ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വരും. അങ്ങനെയല്ലേ പറഞ്ഞത്? എവിടെ? സ്വർഗത്തിൽ. എവിടെ? ആ സ്വർഗസ്നായ ദൈവത്തിൻ്റെ ആ ഭവനത്തിൽ. മനസ്സിലായോ?
മനസ്സിലായ? അതല്ലേ കൊലോസി 3:1-2 கிறிஸ்து தேவனுடைய வலது வருஷத்தில் இருக்கிற மேலான வேலை தேடுங்கள், பூமிக்குரியவர்களை அல்ல പറഞ്ഞിട്ടുണ്ടോ? അത് എബേസി 2:7 ഉന്നതങ്ങളിൽ അവരോട് കൂടെ ഉക്കാരവും ചെയ്താർ. മനസ്സിലായോ? ചെയ്താരെന്നാണ് പാസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ജഡമം ഈ അസ്ഥിയുമാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ ശരീരമാണ്. പക്ഷെ മനസ്സെവിടെയാ? സ്വർഗത്തിലാ. ആയോ? അങ്ങനെ അതാണ് ഉന്നതത്തിൽ അവരോട് കൂടെ ഉക്കാർന്ന് ഇരിക്കുന്ന അനുഭവം. മനസ്സിലാക്കി. ഈ ലോകത്തിൽ അവിടെ വെറുതെ ഇവിടെ കുറച്ചു കാലം ജീവിക്കുന്നു, മനസ്സൊക്കെ അവിടെയാ അല്ലേ? അങ്ങനെ ജീവിക്കുന്ന രീതിയാണ്. ഓക്കെ, അപ്പോ ഈ സ്വർഗത്തിനെ കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുന്ന സഭകൾ മാത്രമാണ് ദൈവസഭയിൽ ദൈവമക്കൾ എന്നാകുന്നത്. അല്ലല്ലയോ? இப்போ புரிஞ்சில்லையா உங்களுக்கு? புரிஞ்சுதா? சரி. இப்போ உலகத்தை இப்போ நீங்கள் புரிஞ்சிருவீங்க. இப்போ உள்ள சபையெல்லாம் உலகத்தை பற்றி தான் பேசுகிறாங்க. உலகத்தின் ഉയർച്ച ഉള്ള സ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുന്ന പ്രസംഗിമാരും സഭകളും യേശുവിൻ്റെ സഭ അല്ല എന്നുള്ളതാണ്. അല്ലല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഈ ആത്മാവ്, ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൻ്റെ ആത്മാവ്, ഉലകത്തിന് ആവി, அந்த உலகத்துக்கு ஆவி അവിടെ വന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അങ്ങ് വന്ന് செயல்படுறதுனாலതാ ഇവരൊക്കെ ലോകസ്ഥന്മാരെ പോലെ ജീവിക്കുന്നു. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പെന്തക്കോസ്തേ മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്ന സത്യാത്മാവ്, വിശുദ്ധാത്മാവ് അല്ല എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ പറയേണ്ടത് ആവശ്യമല്ലോ ഇന്ന്. കാരണം യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, മരത്തെ കനീനാൽ അറിയലാം, ഇല്ലയാ? ഓക്കെ, കനി ഒരു മാങ്ങ കാച്ചാൽ മാമരമാണ്, ചക്ക കാച്ചാൽ ചക്കമരമാണ്, അതല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയെങ്കിൽ ഈ ആത്മാവിൻ്റെ ബലങ്ങൾ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ആത്മാ സ്വർഗത്തിൽ നിന്ന് വന്നതാണോ ലോകത്തിൽ ഉള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അല്ലേ? പറയുന്ന മനസ്സിലായല്ലോ? ഓക്കെ, உங்களுக்கு புரியுதில்லையா? இது எங்கேருந்து வந்தோன்னு தெரியும்னா கனி பார்க்கணும். இப்போ ஒன்று சொல்லிட்டேன், பரலோகத்தை பற்றி பேசினா பரலோகாவி, லோகத்தினை பற்றி சம்சாரிச்சா லோகத்தின் ஆத்மாவெന്ന് പറഞ്ഞല്ലോ. உங்களுக்கு മനസ്സിലായിട്ട്? ஓகே, நம்பர் 1. ரெண்டாவது, மற்ற கனிகளை நாம் பார்க்குறோம். அதாவது உலகத்துக்கு ஒரு வചനം ഇങ്ങനെ ഉണ്ടല്ലോ, യാക്കോബ് 4:5 വായിക്കുമ്പോൾ ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാകുന്നു, ഉലകസ്നേഹം ദൈവமான பகைன்னு அறியீர்களாம். உலகத்துக்கு சிநேகிதனாய் இருக்க விரும்புகிறவன் தேவனுக்கு பகைஞனாக இருக்கிறான். அடுத்த வசனம் சொல்லுது தமிழில், நம்மில் வாசமாக இருக்கிற ஆவியானவர் வைராக்கிய வாஞ்சிய உடையவராக இருக்கிறார் என்று வேதம் விருதாவாய் வீணா சொல்றதுன்னு நினைக்கிறீர்களான்னு சொல்லுது. വൈരാഗ്യ വാഞ്ച എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് എതിരായിട്ട് വൈരാഗ്യമായിട്ട് പോരായ്മ ചെയ്യുന്ന ആത്മാവാണ് സത്യാത്മാവ്. ഹല്ലേലൂയ. ഇപ്പം മനസ്സിലായോ? ഈ ലോകത്തിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ആത്മാവല്ല, അതാണ് കാര്യം. വിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ ലോകത്തോട് ഏത് രീതിയിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല, അതായത് ഇണങ്ങിപ്പോവതല്ലേ? சரியா? உலகத்தோடு என்ன செய்யாது? எதிராக தான் போயிட்டுருக்கோம். இது வடக்குன்னா அது தெற்கு, ரெண்டும் எதிராக தான் இருக்கும். ஒரு நாளும் அதுக்கு இணங்கி போக மாட்டாங்க, சம்மதிக்க மாட்டாங்க. அந்த ஆவி வந்துட்டா உலகத்துக்கு எதிராக போயிடுவாங்க. ஒன்று கொல்லுவேன், அழிப்பேன், ஒன்று தரமாட்டேன்னான்னு கேட்க மாட்டாங்க, போயிடுவாங்க. அல்ல இல்லையா? பிகாஸ் தட் அந்த ஸ்பிரிட் സ്വർഗത്തിലിருந்து വന്ന ആത്മാവാണ്. ഇപ്പം മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് വന്നോ ഭരിക്കുന്നോ പ്രവർത്തിക്കുന്നോ എന്ന് എനിക്ക് അറിയില്ല. ഏത് ആത്മാവായാലും ഏത് രീതിയിലാണ് നിങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതല്ലേ? അല്ലല്ലേ? ചിന്തിക്കേണ്ടതല്ലേ? ലോകത്തിന് നേരായിട്ട് വലിച്ച് ഇളുത്തുകൊണ്ട് പോകുന്നെങ്കിൽ അത് ലോകത്തിൻ്റെ ആത്മാവാണ്. അതിനെതിരായിട്ട് സ്വർഗത്തിലേക്ക്, ആ ലൈനിലേക്ക് നിങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് പോയാൽ അത് വിശുദ്ധാത്മാവാണ്. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ സഭകളിൽ പെന്തക്കോസ്തേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് തെറ്റായിട്ട് പോകുന്നല്ലോ, അല്ലേ? സ്നാനപ്പെട്ടിരിക്കുന്നു, അങ്ങനെ എങ്ങനെ പറയുന്നു. പക്ഷേ ഈ വേർതിരികൽ വന്നില്ലല്ലോ. വേർതിരികലാണ് സഭയുടെ അടിസ്ഥാനം എന്നുള്ളത്. മറ്റവർക്കും ഇവിടെ വന്നില്ലല്ലോ, വേർതിരിഞ്ഞവർ മാത്രമല്ലേ ഇവിടെ വരുന്നത്, അതല്ലേ? നിങ്ങൾക്കറിയാം. അതാണ് പലരും ചോദിക്കും, പാസ്റ്ററെ ഇവിടെ ഇങ്ങനെയാണോ, അവിടെ ആ പാസ്റ്റർ അങ്ങനെയാണ്. അതെ, ഇത് ഇങ്ങനെ, അതങ്ങനെ, അത്ര തന്നെ. വ്യത്യാസം അതാണ്. നിങ്ങൾ മനസ്സിലായല്ലോ? വ്യത്യസ്തത നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വ്യത്യാസത്തെ നിങ്ങൾ പുരിந்து കൊള്ള വേണ്ടും. പുരിഞ്ഞിരിക്കീங்களா? റൈറ്റ്, ഓക്കെ. നൗ ഇപ്പം എന്താണ് സംഭവിക്കാൻ നോക്കാമല്ലോ. എബേസി 4:24 നിങ്ങൾ പുതിയ ആത്മാവുള്ള ആവിയുള്ളവர்களாகி தேவநீதியில் தேவசாயலாய் சிருஷ்டிக்கப்பட்ட புதிய மனுஷனை தரித்து கொள்ளுங்கள். அது எபேசியர் 4:24. அந்தபடி முந்தின நடக்கக்கூடிய மோசம் போக்கு இச்சைகளாலே கெட்டு போகிற பழைய மனுஷனை நீங்கள் களைந்து போட்டு உங்கள் உள்ளத்திலே புதிதான ஆவி உள்ளவர்களாகி மெய்யான நீதியிலும் பரிசுத்தத்திலும் தேவனுடைய சாயலாக சிருஷ்டிக்கப்பட்ட புதிய மனுஷனை தரித்து கொள்ளுங்கள். மலையாளத்தில் நீங்கள் வாய்ச்சிடலாம். என்ன பார்த்தீங்க?
ரெண்டு ஆவிയാണ്. ஒன்று வந்து லோகத்தின் ஆத்மாவெന്ന് പറഞ്ഞു കളഞ്ഞു അല്ലേ. உலகத்தினுடைய ஆவி அந்த ஆகாயத்து அதிகார பிரபுவின் ஆவிக்கு ஏற்றபடி உலக வழக்கத்துக்கு ஏற்றபடியெல்லாம் നടக்கிற செயல்படுற ஒரு ஸ்பிரிட் இஸ் ஒர்க்கிங். ஆமாம், வெளியே பிரவர்த்திക്കുന്നു എന്നുള്ളതാണ്, செயல்படுகிறது. அப்போ இங்கே நீங்கள் இனி பழைய ஆவிக்கு பதிலாയി പുതിയ ആവിയെ பெற வேண்டும். അല്ലല്ലയോ? വിശ്വാസികളാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന സത്യാത്മാവ് വിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധ ആത്മാവിനായിട്ട് പ്രാർത്ഥിച്ച് ആ ആത്മാവിൻ്റെ ബലത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അല്ലല്ലയോ? ഈ ആത്മാവ് വരുമ്പോൾ, ഈ ആത്മാവാണ് ദൈവം. യോഹന്നാൻ 4:24 വായിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നെന്ന് യേശു പറഞ്ഞല്ലോ. சொன்னாரு. அந்த ஆத்மாவு, அந்த ஆவி வரும்போது என்ன நடக்குது? 24 மெய்யான நீதியிலும் பரிசுத்தத்திலும் தேவனுடைய சாயலாய் சிருஷ்டிக்கப்பட்ட புதிய மனுஷனை தரித்துக் கொள்ளுங்கள். அல்லேலூயா. ദൈവ ഛായ, ആത്മാവിൻ്റെ ഛായ നമ്മൾ വരുന്നു. കാരണം ദൈവം ആത്മാവാകുന്നല്ലോ. വിശുദ്ധ ദൈവം വിശുദ്ധ ആത്മാവായിട്ട് നമ്മളിൽ വന്ന് ഭരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്വാപങ്ങളും ഗുണാംശങ്ങളും ചിന്താഗതികളും മാറുന്നത്. ഓക്കെ, എന്നൊരു വാക്ക് പറയാമല്ലോ. അത് റോമ 8:9 ഇങ്ങനെ പറയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവല്ലാത്തവർ അവരുടേവർ അല്ല, ക്രിസ്തുവിന് ആവി ഇല്ലാത്തവർ അവരുടേവർ അല്ല. കാരണം ഈ ആത്മാവ് ആദ്യം ദൈവം യേശുവിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കുമ്പോൾ ദൈവം യേശുവിനെ പരിശുദ്ധാവിനാൽ വല്ലമിനാലും நிரப்பினார், தேவன் அவரோட கூட இருந்தார், பிசாசின் வல்லையில் அகப்பட்ட யாவரையும் விடுதலை பண்ணும்படி சுற்றி திரிந்தார். சரிதானே? അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ ആദ്യം യേശുവിനെ നൽകിയിരുന്നു, കൊടുത്തിരുന്നു. പിന്നീട് ആ ആത്മാവിനെയാണ് നമുക്ക് ദൈവം തരുന്നത്. അത് ഗലാത്യർ 4:6 വായിക്കുമ്പോൾ പുത്രൻ്റെ ആത്മാവ്, അപ്പാ പിതാവേ എന്ന് കൂപ്പിടത്തക്കതായി തൻ്റെ കുമാരനെ ആത്മാവായി പുത്രൻ്റെ ആത്മാവിനെ നമുക്ക് അയച്ചു എന്നാണ്. അല്ലേ? മനസ്സിലാകുന്നല്ലോ? എന്താ മനസ്സിലായി? ഈ ആദ്യം ഈ വിശുദ്ധ ആത്മാവിന് യേശുവിന് ദൈവം കൊടുത്തിരുന്നു, നൽകിയിരുന്നു. ആ ആത്മാവെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുമ്പോൾ. എങ്ങനെ മാറുമ്പോൾ? ഇവിടെ ഒരു വാക്ക് വന്നല്ലോ. ഇവിടെ ഒരു പ്രശ്നം എന്താണ് ഞാൻ പറയാം. ഇപ്പോൾ സഭകളിൽ ഈ വേറെ ആത്മാവ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കനികൾ നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആത്മാവ് അവിടെ വരുന്ന കാര്യം, രഹസ്യം എന്താണെന്ന് ദൈവാത്മാവ് എനിക്ക് പറഞ്ഞു തന്നു. അത് എന്തെന്ന് വെച്ചാൽ, അവിടെ മത്തായി 28 അത് കടൈസി, അത് അവസാനത്തെ 2 വചനം വായിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് ചെല്ലുക, ചെന്ന് സകലരെയും, എടോ ശിഷ്യന്മാരോ ഭക്തന്മാരോ, അവിടെയാണ് പ്രശ്നം. ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുക. യോഹന്നാൻ 4:1 യേശു പലരെയും ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തി, മാതൃക കാണിച്ചു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഉപദേശം ഇപ്പം മനസ്സിലാകുന്നോ? പലപ്പോഴും യേശു ദൈവമാണ്, ആരാധിക്കണം എന്നാണ് ക്രിസ്തീയ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുന്നില്ല. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ അല്ല. സ്നാനപ്പെടുത്തുമ്പോൾ ശിഷ്യന്മാരാക്കിയാക്കാൻ സ്നാനപ്പെടുത്തിയത്. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? സ്നാനപ്പെടുത്തുമ്പോൾ ഇത് യേശുവിൻ്റെ പുറകിൽ അനുഗമിക്കുന്ന ഒരു കാര്യമാണ്. ശിഷ്യന്മാരായി മാറണം എന്ന് വ്യക്തമായിട്ട് ഉറപ്പായിട്ട് പറഞ്ഞ് അങ്ങനെ വരുന്നവർക്ക് മാത്രമാണ് സ്നാനം കൊടുക്കുന്നത് പണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി കാണും കുറച്ചൊക്കെ, അല്ലല്ലോ? അങ്ങനെ ശിഷ്യന്മാരാക്കുക എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 8:31-32 യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാൽ മാത്രമേ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോൾ എൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാൽ എൻ്റെ ശിഷ്യൻ, മോശേൻ്റെ ഉപദേശപ്രകാരം ജീവിച്ചാലേ മോശേൻ്റെ ശിഷ്യൻ. അത്രയല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നതാണ് ശിഷ്യത്വം. യോഹന്നാൻ 13:15 ഞാൻ ചെയ്തതുപോലെ ചെയ്യുവാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം, മാതൃക വച്ചേച്ച് പോയി, അല്ലേ? എൻ്റെ മാതൃക ദൃഷ്ടാന്ത പ്രകാരം ജീവിച്ചാൽ, എൻ്റെ മാതൃ പോലെ നിങ്ങൾ வாழ்ந்தால் நீங்கள் பாக்கியவான்மார் இருப்பீர்கள். சரிதானே? சொல்லியிருக்கிறதா? அப்போ இயேசுவனுடைய வார்த்தைப்படியும் மாதிரிப்படியும் வாழணுமா வேண்டாமா? வாழணும். அவங்க தான் சீசர்கள். 1 பேதுரு 2:21 அவருடைய பாத சுவடு பிரகாரம் ஜீவிப்பான், திருஷ்டாந்தம் வச்சு போய். அல்லையா? இயேசு எப்படி வாழ்ந்தாரோ அதுபோல வாழ்றதுக்கு ஒரு மாதிரியை வச்சுட்டு போனார். 1 யோவான் 2:6 அவனுள் ஆയിരിക്കുന്നെന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. அல்லையா? இயேசு எப்படி வாழ்ந்தாரோ அப்படி வாழணும். இப்போ புரியுதா? യേശുവിൻ്റെ വാർത്തയിൻപടിയും യേശുവിൻ്റെ മാതൃയിൻപടി വാഴുക ശിഷ്യത്വം അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം അല്ലെങ്കിൽ യേശു തന്നെ ഈ വിശുദ്ധാത്മാവ് അയക്കുന്നത്. അല്ലല്ലയോ? സോ ഇപ്പോൾ ഈ സഭയിൻ്റെ അസ്ഥിഭാരം ഇവിടെ തെറ്റുന്നു. ശിഷ്യന്മാരാക്കുന്നില്ല, ഭക്തന്മാർ മാത്രമാക്കുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നത് കൊണ്ടാണ് യേശു സ്വർഗസ്വനായ ദൈവത്തിൻ്റെ ആത്മാവെന്ന് അവിടെ അയക്കുന്നില്ല. ശിഷ്യന്മാരായില്ലല്ലോ, അങ്ങനെ ഇഷ്ടമില്ലല്ലോ നിങ്ങൾക്ക്. വെറുതെ വന്ന് ആരായിച്ചിട്ട് ഭക്തന്മാരായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശുദ്ധാത്മാവ്. ഇതാണ് കാര്യം. ഇവിടെയാണ് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് ദുരാത്മാവ് അല്ലെങ്കിൽ വഞ്ചനയുടെ ആത്മാവ്
തേജസ് ഒളിയൻ ദൂതൻ എന്ന് പറയും തമിഴിൽ. അന്ത ആത്മാവ് അവിടെ ഉള്ളിൽ വന്ന് കയറുന്നത് മനസ്സിലാകുന്നോ? എവിടെയാണ് വഞ്ചനയാണ് ദുരാത്മാവ് വരുന്നത്? ഇതാണ് ഞങ്ങൾ സഭയുടെ അടിസ്ഥാന ഉപദേശമാണ് പറയുന്നത്. ഓക്കെ, വന്ന് അവിടെ കയറുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല. വന്ന ആത്മാവ് ഇവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നു, കൈകാൽ തിരുക്കുന്നു, പ്രവചനമൊക്കെ പറയുന്നു. പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും അങ്ങനെ ഞാൻ സഭയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വചനങ്ങളൊക്കെ എടുത്ത് ഇടുമ്പോഴാണ് എടാ ഞാൻ ആരാണെന്ന് അറിയാമടാ, അല്ലല്ലേ? ഇപ്പോൾ മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങൾ സഭ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ചെയ്യേണ്ടത് കാര്യമാണ്, അല്ലല്ലേ? മനസ്സിലാകുന്നല്ലോ? ശരി. ദുരാത്മാ അവിടെ വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവർക്കത് മനസ്സിലാകുന്നില്ല. പക്ഷെ കനികൾ, ബലങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് വരാമല്ലോ. ഗലാത്യ 5:22 ആത്മാവിൻ്റെ ബലമോ സ്നേഹം. പിന്നീടുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി, എനിക്ക് സമയമില്ല. അപ്പോൾ സ്നേഹം, ഒരു കാര്യം നോക്കാം. സ്നേഹമാണ് ആത്മാവിൻ്റെ പ്രധാനമായ അടിസ്ഥാനമായ ബലം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ വിശുദ്ധാത്മാവ് വന്നാലേ സ്നേഹം നമ്മൾ വരേണ്ടത് ആവശ്യമല്ലേ? സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ഇവിടെ ലോകത്തിൽ കാണുന്ന സ്നേഹമല്ല, അതവിടെ കൂടുതലാണ്. അതായത് 5:5 பரிசுத்தாவினாலே தேவ அன்பு இருதயங்களில் ஊற்றப்படுகிறது. சரியா? தமிழ் சரிதான வசனம்? 5:5 தானா? ரோமர் 5:5 பரிசுத்தாவி இருதயங்களில் என்ன செய்யப்பட்டிருக்கான்? ഇത് ഊറ്റപ്പെട്ടിരിക്കുന്നത്. തെളിക്കുന്നതല്ല, ഒഴിക്കുന്നത് പോലെ, അവിടെ പൈപ്പിൽ വെള്ളം ഒഴിയുന്നത് പോലെ, അരുവിയിൽ പായുന്നത് പോലെ. അങ്ങനെയാണ് സ്നേഹം വിശുദ്ധാത്മാ മുഖാന്തരമായിട്ട് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പലപ്പോഴും തമിഴ്നാട്ടിലും കേരളത്തിലും പല രീതിയിൽ അവിടെ സംസാരിക്കുന്നവനാണ്. ഇവിടെ റോഡിൻ്റെ ഈ വശത്ത് ഇവിടെ ഒരു സഭ കാണും, അവിടെ യേശു ആരാധനയാണ്. അതൊക്കെ മറുവശത്ത് അവിടെ ഒരു യേശു ആരാധന കാണും, അവിടെ യേശു ആരാധനയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കാ, അല്ലല്ലേ? മനസ്സിലാകുന്ന നിങ്ങൾക്ക്? ഇവിടെ വഴക്കും ബഹളമും അങ്ങനെ ഒക്കെ വളരെ കാര്യമാണ്. ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഇവിടെ തമിഴ്നാട്ടിൽ അവിടെ ഒരു പെരിയ സ്ഥാപനമുണ്ട്. അതിനകത്ത് അവർ രണ്ടായിട്ട് സ്പ്ലിറ്റായി പിരിഞ്ഞു നിന്ന് വഴക്കിനടുത്ത് നിന്നു. ഹൈക്കോർട്ടിൽ പാസ്സായി ഒരു കക്ഷിക്ക്, പിന്നീട് അവിടെ സുപ്രീം കോടതി ചെന്നിരിക്കുന്നു. അങ്ങനെ വഴക്ക്. ഇവിടെ തനിയായിട്ട് ഒരു കർത്തരുടെ മേശ, ഇവിടെ തനിയായിട്ട് 2 രീതിയിൽ ശുശ്രൂഷകന്മാരുടെ മീറ്റിംഗ്. ഞാൻ അവിടെ ചെല്ലുന്നതല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കാം, എന്താടാ ഇത്? നിങ്ങൾക്കുള്ള ഭരിക്കുന്നത് വിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ? എന്താ ഇത്? അല്ലേ? പരിശുദ്ധാത്മാവാണ്. നിങ്ങളും കയ്യെ തിരുക്കുന്നു, മുറക്കുന്നു, അവരും തിരുക്കുന്ന അന്യ ഭാഷയിൽ വെച്ച് വിളിക്കുന്നു, നിങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ യേശുവാണ്, നിങ്ങളുടെ യേശുവാണ് ഇരിക്കുന്നത്. എടോ, യേശു നിങ്ങളിലായിരിക്കുന്നെങ്കിൽ അവൻ്റെ സ്നേഹം വരുന്നത് ആവശ്യമല്ലേ? നിങ്ങൾ ഒരുവരിൽ അൻപുള്ളവരിലായിരുന്നാൽ എൻ്റെ സീഡറിൽ എല്ലാവരും അറിந்துള്ളവരല്ല. അങ്ങനെയല്ലേ അറിയേണ്ടത്, അല്ലല്ലേ? സ്നേഹം കൊണ്ടല്ലേ. അപ്പോൾ നിങ്ങളിൽ ഇരിക്കുന്നത് യേശു അല്ല, പൈശാസാണ്, അതല്ലേ ഉറപ്പ്? നിങ്ങളിൽ ഭരിക്കുന്ന ആത്മാവ് സ്വർഗീയ വിശുദ്ധാത്മാവല്ല. ഇത് അവിടെ മുകളിൽ ഗലാത്യ 5:18, 19, 20, 21 വരെ അവിടെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ചണ്ടകൾ, പിരിവിനകൾ, മാർക്കഭേദങ്ങൾ, കൊലകൾ, വെറികൾ, കളിയാട്ടുകൾ, ഇതെല്ലാം നിങ്ങൾക്കകത്ത് കാണുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഇത് അശുദ്ധാത്മാവാണ്, വിശുദ്ധാത്മാവല്ല. അങ്ങനെ നേരിട്ട് പറയും. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിക്കുന്നു എങ്കിലേ നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കും, അല്ലേ? പ്രശ്നങ്ങൾ വരും, കൂടുതൽ കുറവുകളൊക്കെ വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. എന്നാലും സ്നേഹമുള്ളത് കൊണ്ട് അതെല്ലാം നമുക്ക് തമിഴില് സ്നേഹം അൻപ് സകലത്തെയും താങ്കും, സഹിക്കും. ഇറ്റ്സ് ഓക്കെ. താങ്കുമല്ലോ, സഹിക്കുമല്ലോ. എന്താ നിങ്ങൾക്ക് സഹിഷ്ണുത ഇല്ലാത്തത്, അല്ലേ? ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രസംഗിയാരെ ഇങ്ങനെ നോക്കിയാലേ ഈ പെന്തക്കോസ്തേ ആത്മാവെന്ന് പറയുന്നത് വിശുദ്ധാത്മാവ് തന്നെയാണോ എന്നുള്ള സംശയം വന്നു പോകുന്നല്ലേ? അതെ, ഞങ്ങൾക്ക് വരുന്നു. പണ്ടുള്ള ആത്മാവൊക്കെ കളണ്ട് അങ്ങനെ ജീവിച്ച് അങ്ങനെ പ്രസംഗിക്കുന്നു, സുശേഷിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യം എന്താ ഇത്? ഏതാത്മാവുണ്ട്? ഇവിടെ പ്രവാചകമുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത്ഭുതം നടക്കില്ലേ? പൈശാസ് വന്നാൽ അത്ഭുതം നടക്കുന്നില്ലേ? അവിടെ പൈശാസ് അത്ഭുതം ചെയ്യുന്നു. അത് മോശേനുടെ കാലത്ത് മോശേൻ മുമ്പിൽ അവിടെയുള്ള മന്ത്രവാദികളാണോ അവർക്കൊക്കെ അത്ഭുതം ചെയ്തല്ലോ. അവിടെ വെളിപ്പാട് പുസ്തകത്തിലും 13-ാം വചനത്തിൽ വരുമ്പോൾ അവിടെ പൈശാസ് അവിടെ ഒരു ആടുണ്ടല്ലോ, കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നു? വാനത്തിലിരുന്ന് 13 அன்றியும் அது மனுஷருக்கு முன்பாக வானத்திலிருந்து பூமியில் மேல் அக்னி இறக்கத்தக்கதாக பெரிய அற்புதங்களை நடப்பித்தது. അല്ലല്ലയോ? കണ്ടോ? ആര്? പൈശാസിന്റെ ശക്തിയാണ് അത്. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പൈശാസ് തന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം പൗലോസ് നമുക്ക് സൂചിപ്പിച്ച് തരുന്നു. അവിടെ 2 തെസ്സലോനിക്കയിലെ വചനം നോക്കാമല്ലോ. ഈ സഭയെക്കുറിച്ച് പറഞ്ഞതാണ്. സഭയുടെ അകത്ത് പ്രവർത്തിക്കുന്ന ദുരാത്മാവ് കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് 2 തെസ്സലോനിക്ക 2-ാം അധ്യായം
6 வாய்க்கும்போல் அந்த அக்கிரமக்காரன் அவன் தன் காலத்திலே வெளிப்படும்படி இப்பொழுது அவனை தடை செய்கிறது என்னதென்று அறிந்திருக்கிறீர்கள். அக்கிரமத்தின் ரகசியம் இப்பொழுதே கிரியை செய்கிறது. ஆனாலும் தடை செய்கிறவர் நடுவிலிருந்து நீக்கப்படும் முன்னே வெளிப்படாது. நீக்கப்படும் போது அந்த அக்கிரமக்காரன் வெளிப்படுவான். அந்த இப்போ 9 வருவோம். அந்த அக்கிரமக்காரனுடைய வருகை சாத்தானுடைய செயலின்படி சகல வல்லமை அடையாளங்களோடும் பொய்யான அற்புதங்களோடும் கெட்டு போகிறவர்களுக்குள்ளே அநீதியில் உண்டாக சகல்வத வஞ்சகத்தோடும் இருக்கும். ரட்சிக்கப்படத்தக்கதாய் சத்தியத்தின் மேலுள்ள அன்பை அல்லது சத்தியத்தை அன்புடனே அங்கீகரியாதபடினால அவர்கள் சத்தியத்தை விசுவாசியாமல் அநீதியில் பிரியப்படுகிற யாவரும் ஆக்கினைக்குள்ளாக்கும்படிக்கு அப்படியாகும். அவர்கள் பொய்யை വിശ്വസിക്കത്തക്കதாக കൊടിയ വഞ്ചകത്തെ ദേവൻ അവர்களுக்குள்ளே അനുപ്പുവാർ. ഇപ്പം മനസ്സിലായോ? ശിഷ്യത്വം എന്ന് പറയുന്ന അടിസ്ഥാനമില്ലാതെ പണിയപ്പെടുന്ന സഭകളിൽ പൈശാച് ഇങ്ങനെയാണ് അകത്ത് കയറുന്നത്. കാരണം അവർ സത്യത്തെ സ്നേഹിക്കുന്നില്ല, അല്ലല്ലേ? സത്യം വിശ്വസിക്കുന്നില്ല, അതിൽ അവർക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ പോസ്റ്റ് പറയുന്നതും തന്ത്രമായ കാര്യങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ ചെല്ലുന്നത് തന്ത്രമായ വേറൊരു ആത്മാവ് അവിടെ വരുന്നു. അത് പ്രവാചകൻ പറയും, അത്ഭുതങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലേലൂയാ! ഇപ്പം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് വന്നാലേ, സ്വർഗീയ ആത്മാവ് വന്നാലേ ആ ചിന്ത നമുക്കുൾ വരും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഛായ വരും, ദൈവത്തിൻ്റെ വിശുദ്ധാത്മൻ്റെ ബലങ്ങൾ വരും. അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതായത് മത്തായി 5:48 സ്വർഗസ്നായ നിങ്ങൾ പിതാവ് പൂർണ്ണ സർഗുണപൂർണൻ അല്ലേ, പൂർണ്ണ സർക്കുണരായി ഇരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണ സർക്കുണരായി ഇരിക്കുവേൻ. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ഗുണാംശം, അതാണ് കാര്യം. ദൈവത്തിൻ്റെ ഗുണാംശം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഗുണാംശം നമ്മൾ വരയണം എന്നുള്ളത് മനസ്സിലായോ? വേണം, അത്ര തന്നെ. അങ്ങനെ അത് ഇന്നൊരു വാക്ക് പറഞ്ഞല്ലോ, അത് ഫിലിപ്പി 2:5 ക്രിസ്തു യേശുവിലായിരുന്ന ഭാവം, മനസ്സിലായോ? സ്വാപം, ഗുണാംശം, ചിന്ത ക്രിസ്തുവിലായിരുന്ന ഭാവം തന്നെ നിങ്ങളിൽ ആയിരിക്കണം. പിന്നീട് എഫേസ്യർ 4:11 വായിക്കുമ്പോൾ അത് നിങ്ങൾ മലയാളികൾ അവിടെ വായിക്കുക, അത് വചനം കുറച്ച് തലകളായിട്ട് കാണും. അത് ഞാൻ പറയട്ടെ. നമ്മളെല്ലാവരും தேவகுமாரனை பற்றும் விசுவாசத்தில் அன்பிலும் அறிவிலும் ஒருமைப்பட்டவர்களாகி கிறிஸ்துவின் நிறைவான வளர்ச்சியின் அளவுக்கு தக்க பூரண புருஷராக வரைக்கும் சபையானது பக்தி விருத்தி அடைவதற்காகவும் பரிசுத்தவான்கள் சீர் பொருந்தும் பொருட்டு சுவிசேஷ ஊழிய வேலைக்காகவும் அவர் சிலரை அப்போஸ்தலராய் தீர்க்கதரிசிகளாய் மெய்ப்பர்களாய் போதகர்களாய் சுவிசேஷகர்களாய் ஏற்படுத்தினார். நாம் என்ன குழந்தைகளாயிராமல் மனுஷருடைய தந்திரமுள்ள பலவிதமான காற்றுகளினாலே அலைகளைப் போல அடிபட்டு அலைகிறவர்களாய் இராமல் அன்புடனே சத்தியத்தை கைக்கொண்டு தலைவராகிய கிறிஸ்துவுக்குள் എല്ലാവറ്റിലും അവരെ പോലെ വളരുമ്പടി സഭയെ വയ്ത്താർ. ഹല്ലേലൂയ! ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ സഭ എന്ന് പറയുന്നത് വെറുതെ അവിടെ രോഗസൗഖ്യത്തിനും ഭൂതങ്ങൾ പുറത്തു പോക്കാനും വരുന്ന ഒരു കാര്യമല്ല, പ്രശ്നങ്ങൾ തീർക്കാനും വരുന്ന ഒരു കാര്യമല്ല. അത് കുറുസടിയിലും സംഭവിക്കുന്നല്ലേ. അതിന് പേര് കുറുസടിയാ. കുറുസടി എന്ന് പറഞ്ഞാൽ പുതുമ അത്ഭുതങ്ങൾക്കായി വേണ്ടി അവിടെ യേശു പാടുന്നു, വിശ്വസിക്കുന്ന രക്തം എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ നമ്മളും ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് കുറുസടി ആയിപ്പോവും. ഇത് കുറുസടിയല്ല, ദൈവത്തിൻ്റെ ശരീരമായ സഭയാണ്. ഹല്ലേലൂയ! അതായത് യേശു கல்லாத்தின் 4:19 கிறிஸ்து உங்களில் உருவாகும் அளவு மறுபடியும் കർമ്മവേദനപ്പെടുകയാണ്. അല്ലല്ലയോ? ആദ്യത്തെ സഭയിൽ ഇപ്പോൾ കാണുന്നത് പോലെ യേശുവെ അങ്ങനെ ആരാധിക്കുക ഇങ്ങനെ ആരാധിക്കുക എന്ന് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അവർ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്തു നിങ്ങളിൽ ജനിക്കണം, ഉണ്ടാകണം. മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ ഛായ, ചിന്ത, സ്വാപം ഒക്കെ നിങ്ങളിൽ വരയണം എന്നുള്ളതാണ് അവരുടെ കർമ്മവേദന ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലല്ലയോ? ശരി. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ സ്വാപത്തിലും ഛായയിലും അങ്ങനെ പൂർണ്ണതയായിട്ട് വളരുവാൻ ആണ് ശരീരമാകിയ സഭ എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ ഇവിടെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ഭൂതങ്ങളൊക്കെ പുറത്ത് പോകും, അതൊക്കെ ആകട്ടെ, വേണ്ടെന്ന് നാം പറയുന്നില്ല. അത് മത്തായി 7:21 സ്വർഗസ്നായ ദൈവത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ചിത്തം ചെയ്യാമ്, എന്നെ கர்த்தாவின்னு பாடுவோம், ஆராதிப்பான், என் நாமத்தில் பிசாசுகளை துரத்தணும், வியாதிகளை சோமாக்கணும், அப்படிலாம் நிறைய பேர் சொல்லுவாங்களாம். கள்ளம்மாரு, துஷ்பிரவர்த்திக்கு, அதர்ம பிரவர்த்திக்காரர் மலையாளத்தில் അല്ലേ എന്ന് അന്ന് വിരട്ടുവേൻ, തുരത്തി അടിപ്പേൻ തമിഴിൽ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാവിനുടെ ചിത്തം ചെയ്യുമ്പടി യേശുവിൻ്റെ ഗുണത്തിലും സായലിലും വളർന്ന് പൂർണ്ണപ്പെടുമ്പടി സഭയെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന ഒരു വാക്ക് പറയട്ടെ. 2 Corinthians 3:18 നാം എല്ലാവരും திறந்தமுகமாய் கர்த்தருடைய மகிமையை கண்ணாடியிலே காண்கிற வண்ணமாய் கண்டு ஆவியாக இருக்கிற கர்த்தரால் அந்த சாயலாகத்தானே மகிமையின் மேல் மகிமையடைந்து മറുരൂപപ്പെട്ട് കൊണ്ടേ ഇരിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നൗ ഇറ്റ്സ് ഹാപ്പനിങ്. ഇപ്പോൾ നമ്മൾ ക്രിസ്തു ജനിച്ചു, ഉണ്ടായി. ആ ക്രിസ്തു നമ്മൾ വളരുന്നു, വളരണം, ആ സായയിൽ വളരണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഫിലിപ്പി 3:21 വായിക്കുന്നത് പോലെ நம்முடைய குடியிருப்பு பரலோகத்தில் இருக்கிறது, அங்கிருந்து கர்த்தராகிய இயேசுவின் வேற காத்திருக்கிறோம். அவர் தம்முடைய வல்லமையினாலே நம்முடைய அற்பமான சரீரத்தை அவருடைய மகிமையான சரீரத்துக்குப்பாய்
മാറ്റിയമ്മയിപ്പാർ. അപ്പോൾ ഇത്ര വർഷം 25-30 വർഷം സഭയിൽ വന്നിട്ടും നിങ്ങൾക്ക് യേശു ജനിച്ചില്ല, ഉണ്ടായില്ല, അവിടെ പൂർണ്ണതയായിട്ട് വളർന്നല്ല എങ്കിലേ യേശു വരുമ്പോഴും നിങ്ങളാൽ മറുരൂപാന്തരപ്പെടുവാൻ കഴിയില്ല. അല്ലേ? മനസ്സിലായോ ഇപ്പോൾ? ഓക്കെ. അപ്പോൾ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വിശുദ്ധനാണ്, എന്നെപ്പോലെ വിശുദ്ധന്മാരായിരിക്കുവാനാണ് ഞാൻ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് നിങ്ങൾ തിരിച്ച് വേർതിരിച്ചെടുത്തിരിക്കുന്നു. എൻ്റെ വചന, അതായത് യേശുവിൻ്റെ വചനപ്രകാരം യേശുക്കുള്ളായിരുന്ന ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിച്ചു. എൻ്റെ എൻ്റെ ഗുണാംശം, സ്വഭാവം, ഭാവം അതൊക്കെ വരുവാൻ തക്കവണ്ണം ജീവിപ്പേൻ. അതാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സഭയെ വീണ്ടെടുത്ത് അവിടെ സ്വർഗത്തിൽ കൊണ്ടു ചെല്ലുവാൻ ഞാൻ വീണ്ടും വരപ്പോകിன்றேൻ. അതിനായിട്ട് ഒരുങ്ങുക. ഈ കാലം, സമയം വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുന്ന കാലമാണ് എന്ന് ഓർത്ത് അങ്ങനെ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.